Okay, next നമുക്കുള്ളതാണ് സെൻറ്റർ ഓഫ് മാസ്. ദാറ്റ് ഈസ് ലാമിനാസ് വിത്ത് വേരിയബിൾ ഡെൻസിറ്റി. അതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ. വി നോ ദാറ്റ് ഇഫ് റോ ഇസ് ദി കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ആണ് എന്താണ്, ഡെൻസിറ്റി ആണ് മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ദെൻ നമ്മളുടെ റോ നമ്മൾ കോൺസ്റ്റൻറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ദ മാസ് ഓഫ് ദ ലാമിന കോയിൻസൈഡിങ് വിത്ത് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, the x-axis and the line x is equal to a and x is equal to b is m equal to limit norm p tending to 0 summation k equal to 1 to n rho into f of xk star into delta xk. That's equal to എന്താണ്, ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ഇൻറ്റഗ്രേഷൻ ആയിട്ട് മാറും. ഇൻറ്റഗ്രൽ a to b rho into f of x dx. If a lamina corresponding to the region R has a variable density rho of xy, where rho is non-negative and continuous on the region R, then from the above equation we define its mass m by the double integral, that is m equal to limit norm p tending to 0 summation k equal to 1 to n rho of xk star yk star delta ak, that is equal to double integral over r rho of xy dA. ഇതാണ് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ. Okay, the coordinate of the center of mass of the lamina are then x bar equal to my divided by m and y bar equal to mx divided by m, where my and my and mx are the moments, that is my equal to double integral over r x into rho of xy dA and mx is equal to double integral over r y into rho of xy into dA are the moments of the lamina about the y-axis and x-axis respectively. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് ടോട്ടൽ മാസ് വരിക. സോ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എക്സ് ബാറും വൈ ബാറാണ്. എക്സ് ബാർ ഈക്വൽ ടു എം വൈ ബൈ എം ആൻഡ് വൈ ബാർ ഈക്വൽ ടു എം എക്സ് ബൈ എം, where my and mx are the moments of the lamina about the y-axis and x-axis respectively. And equation importance ആണ്. Okay, then the center of mass is the point where we consider all the mass of the lamina to be concentrated. Center of mass ആണ് ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മൾ എല്ലാ മാസിനെയും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. If rho of xy is a constant, then the center of mass is called centroid of the lamina. Okay, the example നോക്കാം. A lamina has the shape of the region in the first quadrant that is bounded by the graph of y equal to sin x, y equal to cos x, between x is equal to 0 and x is equal to pi by 4. Find its center of mass if the density rho equal to y. So നമ്മൾ y equal to sin x ൻ്റെയും y equal to cos x ൻ്റെയും ഗ്രാഫ് കൺസിഡർ ചെയ്തു. അതിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് പൈ ബൈ 4 √2/2. റോ ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ആണ്. ഫ്രം ദ ഫിഗർ നമുക്ക് എന്ത് കിട്ടും, എം ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു റീജിയൻ ആർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റോ എന്ന് പറഞ്ഞാൽ വൈ ആയതുകൊണ്ട് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ ഡി എ കിട്ടും. നമുക്ക് അതിൻ്റെ ലിമിറ്റ് എക്സ് എവിടെ മുതൽ എവിടെ വാരി ചെയ്യുന്നു, വൈ എവിടെ മുതൽ എവിടെ വാരി ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to pi by 4 ഇൻറ്റഗ്രൽ സൈൻ എക്സ് ടു കോസ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. വൈ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നത്, ഈ y ഈക്വൽ ടു സൈൻ എക്സ് ടു y ഈക്വൽ ടു കോസ് എക്സിലേക്കാണ് y വരിക. എക്സ് എന്ന 0 മുതൽ ഈ പൈ ബൈ 4 എന്ന ലൈൻ വരെയാണ് വരി ചെയ്യുന്നത്. സോ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 to pi by 4 y square by 2 ഫ്രം സൈൻ എക്സ് ടു കോസ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് 1/2 ഇൻറ്റഗ്രൽ 0 to pi by 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാൽ കോസ് ടു എക്സ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to pi by 4 കോസ് ടു എക്സ് ബൈ 2 ഡി എക്സ്. ദാറ്റ് ഈസ് നമ്മൾ കോസ് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു സൈൻ ടു എക്സ് ഫ്രം 0 to pi by 4 ലിമിറ്റ് കൊടുക്കുക. ദെൻ വി ഗെറ്റ് 1/4 ഇൻറ്റു 1 മൈനസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4. സോ അതിൻ്റെ ടോട്ടൽ മാസ് എം ഈക്വൽ ടു എന്ത് കിട്ടിയിട്ട് 1/4 എന്ന് കിട്ടി ആ ലാമിനയുടെ. ദെൻ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എം വൈയും എം എക്സും കണ്ടുപിടിക്കണം. എം നമ്മൾ കണ്ടുപിടിച്ചു, മാസ് കണ്ടുപിടിച്ചു. ഇനി എം വൈ എം എക്സ് കണ്ടുപിടിക്കണം, മൊമെൻറ്റ്സ് അല്ലേ. ദാറ്റ് ഈസ് എം വൈ ഈക്വൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു റോ ഓഫ് എക്സ് വൈ ഡി ആണ്. സോ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി വൈ ഡി എക്സ്. സോ നേരത്തെ ഇതേപോലെ എന്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരു എക്സ് അതിൽ എക്സ്ട്രാ വരും. സോ ഇൻറ്റഗ്രൽ 0 to pi by 4 ഇൻറ്റഗ്രൽ സൈൻ എക്സ് ടു കോസ് എക്സ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi by 4 എക്സ് വൈ സ്ക്വയർ ബൈ 2 ഫ്രം സൈൻ എക്സ് ടു കോസ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റഗ്രൽ 0 to pi by 4 എക്സ് കോസ് ടു എക്സ് ഡി എക്സ് വരും. ദെൻ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദെൻ വി ഗെറ്റ് 1/4 എക്സ് സൈൻ ടു എക്സ് ഫ്രം 0 to pi by 4 മൈനസ് 1/4 ഇൻറ്റഗ്രൽ 0 to pi by 4 സൈൻ ടു എക്സ് ഡി എക്സ്. നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വെച്ച് നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നു. ദെൻ ലിമിറ്റ് കൊടുക്കും. ദെൻ വി ഗെറ്റ്
pi by 16 plus 1 by 8 cos 2x from 0 to pi by 4. Then we get pi by 16 plus 1 by 8 into minus 1, that is pi by 16 minus 1 by 8, that's equal to pi minus 2 by 16 വരും അതിൻ്റെ my. Then corresponding my നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. Then corresponding mx, ഓക്കെ, ഇവിടെ mx ആക്കി മാറ്റും. mx എന്താ വരിക? mx is equal ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ y ഇൻറ്റു റോ എക്സ് വൈ ആണ്. ഓക്കെ, ഇവിടെ mxൻ്റെ mxൻ്റെ ഇക്വേഷൻ അവിടെ കോപ്പി പേസ്റ്റ് അടിച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. mxൻ്റെ ഇക്വേഷൻ എന്നാൽ എന്താണ്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ y ഇൻറ്റു റോ എക്സ് വൈ ആണ്. സോ ഇവിടെ എക്സിന് പകരം y ആക്കി മാറ്റാം. ഓക്കെ, ഇവിടെ എക്സിന് പകരം y ആക്കി മാറ്റാം. ദെൻ താഴേക്കുള്ള കാൽക്കുലേഷനിൽ കറക്റ്റ് പോയിട്ടുണ്ട്. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്, നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ അതേപോലെ ചെയ്യുക. ദെൻ വി ഗെറ്റ് 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ പൈ ബൈ 0 ടു പൈ ബൈ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 കോസ് എക്സ് ഇസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആക്കി നമ്മൾ മാറ്റി. ഇതൊരു കോസ് എക്സും ഇതൊരു സൈൻ എക്സും പുറത്തെടുത്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് 1/3 ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 cos x into 1 minus sin square x, അതായത് cos square x plus sin square x is equal to 1 വെച്ചിട്ട് നമ്മൾ ഇതിനെ മാറ്റി, ഇവിടെ അതേപോലെ മാറ്റി. ദെൻ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 1/3 sin x minus 1/3 sin cube x plus cos x minus 1/3 cos cube x from 0 to pi by 4. ദെൻ ലിമിറ്റ് കൊടുക്കുന്നു, ദെൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 5√2 minus 4/18 വരും. സോ എം വൈയും എം എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ കറസ്പോണ്ടിങ് സെൻറ്റർ ഓഫ് മാസ് എക്സ് ബാറും വൈ ബാറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. That is x bar equal to my by m ആണ്, y bar equal to mx by m ആണ്. Then x bar equal to എന്ത് വരും? pi minus 2 by 16 by 1 by 4, that is approximately equal to 0.29 വരും. y bar equal to mx by m ആണ്, that is 5√2 minus 4 by 18 by 1 by 4, that is approximately 0.68 ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ആണ് പോയിന്റ് എക്സ് ബാർ, y bar equal to 0.29, 0.68 ആണ് approximately. Thus the center of mass has the approximate coordinate 0.29.68. Okay, then വരുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. The integrals mx is equal to double integral over r y rho xy dA and my equal to double integral over r x rho xy dA are also called the first moment of the lamina about the x-axis and y-axis respectively. So called the second moment of lamina of or moment of inertia about the x-axis and y-axis are in turn defined by the double integral. ഇതിന് നമ്മൾ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കും. ദെൻ ഇതിനെ ഐ എക്സ് ഇസ് ഈക്വൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ റോ എക്സ് വൈ ഡി എക്സ് ആൻഡ് ഡി ആൻഡ് ഐ വൈ ഈക്വൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ റോ എക്സ് വൈ ഡി നമ്മൾ വിളിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഇതിൽ നമ്മൾ വൈക്ക് പകരം വൈ സ്ക്വയറും എക്സിന് പകരം എക്സ് സ്ക്വയർ ആയിട്ട് മാറും, ഇക്വേഷൻ എന്തായിട്ട് മാറി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് മാറും. ഓക്കെ, എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ദി റൊട്ടേഷണൽ ഇക്വാലന്റ് ഓഫ് മാസ്. For translation motion, kinetic energy is given by k equal to 1/2 mv square, and where m is the mass and v is the linear speed or velocity. The kinetic energy of a particle of mass m rotating at a distance r from an axis is k equal to 1/2 mv square, and that is നമുക്ക് എന്ത് പറ്റും, 1/2 m into r omega square, that is 1/2 into m r square into omega square, that's equal to 1/2 I into omega square, where I equal to mr square is its moment of inertia about the axis of rotation and W is the angular speed. ഫിസിക്സിൽ നോക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമുക്കൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി വൈ ആക്സിസ് ഓഫ് ദ തിൻ ഹോമോജീനിയസ് ഡിസ്ക് ഓഫ് മാസ് എം ഷോൺ ഇൻ ദി ഫിഗർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഹോമോജീനിയസ് ഡിസ്കിന്റെ രൂപം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെങ്കിൽ ഈ സർക്കിൾ വരിക, ആർ റേഡിയസ് ആർ ആയതുകൊണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇവിടുത്തെ വൈയുടെ കോർഡിനേറ്റ് വൈ ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടെ വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, അത് ആ സർക്കിളിൻ്റെ. സോ റേഡിയസ് ആർ ആണ്. സിൻസ് ദ ഡിസ്ക് ഈസ് ഹോമോജീനിയസ്, ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് റോ ഈക്വൽ ടു എം ബൈ പൈ ആർ സ്ക്വയർ ആണ് വരിക ഡെൻസിറ്റി. ഓക്കെ, ദെൻ ഐ വൈ ഈക്വൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ എക്സ് വൈ ഡി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ ഇൻറ്റു എം ബൈ പൈ ആർ സ്ക്വയർ ഡി എ, ദറ്റ്സ് ഈക്വൽ ടു എം ബൈ പൈ ആർ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ ഇൻറ്റഗ്രൽ മൈനസ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആവും. ദെൻ എം ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഫ്രം ഇവിടെ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ ലിമിറ്റ് കൊടുക്കുക, സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 2m ബൈ പൈ ആർ സ്ക്വയർ ഫ്രം ഇൻറ്റഗ്രൽ മൈനസ് ആർ ടു ആർ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്.
നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചാണ് ഈ ഇൻ്റഗ്രേഷൻ കൊണ്ടുപോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന് ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഡി എക്സ് എന്തായിട്ട് മാറും, ആർ കോസ് തീറ്റ ഡി തീറ്റ. ആൻഡ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ തീറ്റ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ ആയിട്ട് മാറും. എന്തിന്, ആർ സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുക. ദെൻ ആർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്, കോസ് സ്ക്വയർ തീറ്റ. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്നാൽ കോസ് തീറ്റ. ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ദെൻ എക്സ് മൈനസ് ആർ ആകുമ്പോൾ തീറ്റ മൈനസ് പൈ ബൈ ടു, എക്സ് ആർ ആകുമ്പോൾ തീറ്റ പൈ ബൈ ടു വരും. സോ ഐ വൈ ഈക്വൽ ടു എന്തായിട്ട് മാറും, 2m ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ ആയിട്ട് മാറും. ദെൻ ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഒരു ആർ സ്ക്വയർ ഇവിടെ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 2m ആർ സ്ക്വയർ ബൈ പൈ ഫ്രം ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നമ്മളിനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നാൽ സൈൻ തീറ്റ കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആണ്. ദെൻ സൈൻ തീറ്റ കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ആൾസോ നമുക്ക് വന്നിട്ട് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാൽ സൈൻ 2 തീറ്റ ഉണ്ട്. ദെൻ സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1/2 സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 1/4 സൈൻ സ്ക്വയർ 2 തീറ്റ കൊടുക്കാൻ പറ്റും. സൈൻ തീറ്റ കോസ് തീറ്റ എന്നാൽ 1/2 സൈൻ 2 തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആണ്, സൈൻ തീറ്റ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. then നമുക്ക് 1/4 സൈൻ സ്ക്വയർ 2 തീറ്റ എന്ന് കിട്ടും. ദെൻ ഐ വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എം ആർ സ്ക്വയർ ബൈ 2π ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു സൈൻ സ്ക്വയർ 2 തീറ്റ ബൈ ഡി തീറ്റ. ദെൻ സൈൻ സ്ക്വയർ 2 തീറ്റ ബൈ ഡി തീറ്റ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ സ്ക്വയർ തീറ്റ എന്നാൽ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാൽ അതാണ്. തീറ്റയ്ക്ക് പകരം 2 തീറ്റ കൊടുക്കുമ്പോൾ സൈൻ സ്ക്വയർ 2 തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 4 തീറ്റ ബൈ 2 വരും. ദെൻ അത് വെച്ച് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എം ആർ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു 1 മൈനസ് കോസ് 4 തീറ്റ ഡി തീറ്റ വരും. ദാറ്റ് ഈസ് ഇനി നമുക്ക് എന്ത് പറ്റും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ 4π കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ മൈനസ് സൈൻ 4 തീറ്റ ബൈ 4 ഫ്രം മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു ലിമിറ്റ് കൊടുക്കുക. ദെൻ വി ഗെറ്റ് 1/4 എം ആർ സ്ക്വയർ വരും. ഓക്കെ, അതാണ് അതിൻ്റെ എന്ത് വൈ ആക്സിന് കറസ്പോണ്ടിങ് വരുന്ന അതിൻ്റെ എന്ത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി വൈ ആക്സിസ്. ഓക്കെ, ദെൻ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ലാമിന ഓഫ് മാസ് എം ആൻഡ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ അബൌട്ട് ആൻ ആക്സിസ് ഇസ് ഡിഫൈൻഡ് ബൈ ആർ ജി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം ആണ്. ഐ ഈക്വൽ ടു എം ജി ആർ സ്ക്വയർ. ദെൻ ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ ജി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ ഐ വൈ ബൈ എം നമുക്ക് എന്താ വെച്ചാൽ റൂട്ട് ഓഫ് എം ആർ സ്ക്വയർ ബൈ 4 ബൈ എം കൊടുക്കാറ്. ദാറ്റ്സ് ഈക്വൽ ടു ആർ ബൈ 2 വരും. ദെൻ ഡബിൾ ഇൻറ്റഗ്രേഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് വരുന്നതാണ് ഏരിയ, വോളിയം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്നത്. ഓക്കെ.